എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ഉലുവ മധുരക്കഞ്ഞിയാണ് കേട്ടോ. അപ്പൊ 50 ഗ്രാം ഉലുവ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഉണക്കലരി, അതൊരു 1/4 കിലോ 250 ഗ്രാം. ഇവിടെ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ എനിക്ക് തോന്നുന്നു ഒരു 300 ഗ്രാം ഒക്കെ ഉണ്ടാവും. അത്രയും ശർക്കര ഉണ്ട്. അത് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരും ഇഷ്ടാട്ടോ. പിന്നെ നാളികേരപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കര ഉരുക്കി വെച്ച് കൊടുക്കാം. വല്യമ്മ നാളികേരം പിഴിഞ്ഞില്ലടാ. ഉണ്ടാവും. അതിനല്ലാണ്ട് ഉലുവക്കഞ്ഞി വെക്കൂട്ടോ. ഈ സാധനങ്ങളൊന്നും കഴിക്കൂലെന്നേ. അതാണ് ഞാൻ ഇങ്ങനെ ആക്കണത്. ഇത്തിരി ഉലുവ ഉള്ളില് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കേറി പോണ മോള്. ചേട്ടനെ പെയിന്റ് അടിക്കാൻ സഹായിക്കാൻ പോയതാ. എവിടെ പോണ് വാലായിട്ട്? രണ്ടാം പാലം ഒഴിക്കാം. സുമോന് ഏലക്കായ എടുത്തരാന്നും പറഞ്ഞൊരു പോക്ക് പോയിട്ടുണ്ടല്ലോ. മുല്ലപ്പൊക്കെ ചൂട് നിൽക്കണ എല്ലാവരും. അമ്മ വെച്ചിട്ടല്ലോ. വേറെ വീഡിയോയ്ക്ക് വേണ്ടി വെച്ച പോവാ. ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡ്രസ്സ് മാറി ഊരി വെച്ചു. അതെ, വന്ന് കേറണേന് മുമ്പ് കളസം ഊരുമല്ലോ. എന്നിട്ട് ഈ സാരിയും ചുരിദാറൊക്കെ ഇട്ട് കെട്ടിപ്പൂട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെ, അച്ഛൻ്റെ ചേട്ടനും ചീത്ത പറഞ്ഞാൽ അനുസരണയുള്ളത് എനിക്ക് മാത്രമാണല്ലോ. അയ്യോ, അനുസരണയുള്ളൊരു മോഡൽ. ഈ വക കാര്യത്തിൽ നീ അനുസരിക്കോ? സാരി കൊടുത്ത് നിൽക്കണീന്ന് പറഞ്ഞാ എന്തിനു വീട്ടിൽ സാരി കൊടുത്തേക്കണേ? അങ്ങനെയാണല്ലോ പറയുള്ളൂ. അപ്പൊ നീ എന്ത് ചെയ്യും? വീട്ടില് സാരി കൊടുത്തേക്കാനാ? എന്ത് കാര്യം? ചേട്ടൻ ചീത്ത പറയില്ലേ ഡ്രസ് മാറുമ്പോ? നിന്നോടാണ് പറയണെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങൾ ആവശ്യത്തിനാണെങ്കിൽ കൊടുക്കും. വെറുതെ നിൽക്കാനൊന്നും സൗകര്യമില്ല. എനിക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞ കൊടുക്കും. അതെല്ലാം കൊടുത്തിട്ട് നിൽക്കും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ല എന്ന് പറയും. അമ്മ അങ്ങനെ പറയാറില്ല. എന്തോമ്മേ എവിടെ? അച്ഛനൊന്ന് വരട്ടെ, ചോദിച്ചു നോക്കാം. അച്ഛന് വരെ പേടിയാണ് അമ്മേനെ. അപ്പൊ അയ്യോ, അതെ അതെ, കുറുമ്പാണ് കുറുമ്പ്. പഞ്ചസാര നിങ്ങളുടെ നാട്ടില് പഞ്ചസാര എങ്ങനെയാ? കഴിഞ്ഞോ? ഇതില് ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചൊക്കെ ഇടണ കണ്ടിട്ടുണ്ട് കേട്ടോ. നെയ്യില്ല, ഞാനൊന്നും ചെയ്യാറില്ല. ഇത്തിരി നെയ്യ് മാത്രമേ ഒഴിക്കുള്ളൂ. ഒരു സ്പൂൺ നെയ്യ്. അതിൽ കൂടുതലൊന്നും ഞാൻ ഇതിൽ ചേർക്കാറില്ല. നല്ലപോലെ ഒരു ചില വന്നോട്ടെ. എന്നിട്ട് 1/4 പാൽ ഒഴിച്ച് ഓക്കെ. ലാസ്റ്റ് 1/4 പാൽ ഓഫ് ചെയ്തു. ഒരു സ്പൂൺ നെയ്യ്. കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ടോക്കിടാ. പായസം പോലെ തന്നെ. ഞാൻ ചെയ്യാറില്ല. സിമ്പിൾ. അപ്പം നമ്മുടെ ഉലുവ മധുരക്കഞ്ഞി റെഡി. ഇവിടെ മത്സരക്കാർ കുട്ടികളുടെ ഡാൻസിൻ്റെ കോമ്പറ്റീഷൻ കുട്ടികൾ വൈകുന്നേരം പ്രാക്ടീസിന് വരും. അപ്പോൾ കുഞ്ഞു പിള്ളേരല്ലേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ നേരിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഉലുവ എന്നും അവർക്ക് അങ്ങനെ ഉലുവ കഞ്ഞിയൊക്കെ ആയിട്ട് കൊടുക്കും. ഈ പായസം ഒന്ന് ചേർച്ചിട്ട് കുടിച്ചോളൂല്ലോ. ദിലീന മാത്രം എന്നോട് പറയും, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ടീച്ചറിനെ, ഇപ്പൊ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതൊന്ന് ടേസ്റ്റ് നോക്കുന്നോ? അപ്പൊ നമ്മുടെ ഉലുവ മധുരക്കഞ്ഞി റെഡി. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.